നമസ്തേ, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പൈതൃക വിജ്ഞാനത്തിലേക്ക് സ്വാഗതം. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് പൈതൃകം TV നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം മനസമാധാനത്തിനും ദൈവാനുഗ്രഹത്തിനും വേണ്ടി ആളുകൾ ക്ഷേത്രം സന്ദർശിക്കുന്നു. ഇന്ത്യയിൽ തീർത്ഥാടനം എന്നത് വളരെ പഴക്കമുള്ള ഒരു പാരമ്പര്യമാണ്. നമ്മുടെ പൂർവികർക്ക് തീർത്ഥാടനം അവരുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. ഇന്നും നിരവധി ഭക്തർ ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി ദർശനം നടത്തുന്നു. ക്ഷേത്ര ദർശനത്തിൽ പൂർണ്ണമായ മനസ്സോടെ ആരാധന നടത്തിയാൽ മാത്രമേ സത്ഫലങ്ങൾ കൈവരൂ. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ക്ഷേത്ര ദർശനത്തിൽ മിക്കവരും ചെറിയ തെറ്റുകൾ ചെയ്യുന്നു. അതുമൂലം പൂജയുടെയും ദർശനത്തിന്റെയും പൂർണ്ണമായ പ്രയോജനം ലഭിക്കാതെ പോകുന്നു. നിങ്ങൾ ക്ഷേത്രത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ ഉറക്കെ ചിരിക്കുകയോ നിലവിളിക്കുകയോ ക്ഷേത്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യരുത്. ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശിച്ച ശേഷം ഭക്തർ പ്രദക്ഷിണം നടത്തുന്നു. എന്നാൽ അറിവില്ലായ്മ കാരണം ആളുകൾ വിപരീത രീതിയിൽ പ്രദക്ഷിണം ചെയ്യുന്നു. പ്രദക്ഷിണം എപ്പോഴും ഇടത്തുനിന്ന് വലത്തോട്ടായിരിക്കണം. നിങ്ങൾ ക്ഷേത്രത്തിൽ ഈശ്വരനെ ദർശിക്കുമ്പോൾ ഒരിക്കലും വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കരുത്. എപ്പോഴും ശ്രീകോവിലിന് മുന്നിൽ ചെരിഞ്ഞ രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുക. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ലെതർ ബെൽറ്റ്, തുകൽ ബാഗ് മുതലായവ നിങ്ങളോടൊപ്പം കൊണ്ടുപോകരുത്. ക്ഷേത്ര ദർശനത്തിനിടെ ഒരിക്കലും വീട്ടിലോ ജോലിയിലോ ബന്ധങ്ങളിലോ പ്രശ്നങ്ങളിലോ പദ്ധതികളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. ആത്മീയ മനോഭാവത്തോടെ ക്ഷേത്രത്തിൽ പോകുക. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഗാനങ്ങളും ആത്മീയ സംഗീതവും കേൾക്കുക. ഇത് ഒരു ആത്മീയ മാനസികാവസ്ഥ എത്തിച്ചേരാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ സാധാരണയായുള്ള വസ്ത്രധാരണ രീതിയിൽ ഒരിക്കലും ക്ഷേത്രത്തിൽ പോകരുത്. വൃത്തിയുള്ളതും ക്ഷേത്രത്തിൽ നിർദ്ദേശിക്കുന്നതുമായ പ്രത്യേക വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. പരമ്പരാഗത വസ്ത്രം ധരിക്കുന്നതാണ് നല്ലത്. ഇരുണ്ട നിറങ്ങൾ, ലെതർ വസ്ത്രങ്ങൾ എന്നിവ ധരിക്കുന്നത് ഒഴിവാക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ആത്മീയപരമായി മാനസികാവസ്ഥയിൽ എത്തിക്കാൻ സഹായിക്കുന്നു. ക്ഷേത്രത്തിൽ പോകുന്ന ദിവസം നിങ്ങൾ സാത്വിക ഭക്ഷണക്രമം പാലിക്കുക. ക്ഷേത്ര ദർശന വേളയിൽ പുകയില ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. അന്നേ ദിവസം നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് ഒഴിവാക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിന് ഊർജം നൽകുകയും അനുഗ്രഹം സ്വീകരിക്കാൻ സജ്ജമാക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം അല്പനേരം കാത്തു നിൽക്കുക. തിരക്ക് കൂട്ടരുത്. ക്ഷേത്ര പരിസരത്ത് ഇരുന്ന് ധ്യാനിക്കുക. ക്ഷേത്രത്തിലെ ദിവ്യശക്തിയാൽ നിങ്ങളുടെ ഉള്ളിൽ ആത്മീയത നിറയുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ സന്തോഷവും ശാന്തതയും നിറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ക്ഷേത്രത്തിൽ നിങ്ങളുടെ മനസ്സ് ധ്യാനാവസ്ഥയിൽ ആയിരിക്കുക. ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ മനസ്സിനെ അലയാൻ വിടരുത്. അതിനെ നിയന്ത്രിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിൽ വളരെയധികം പോസിറ്റിവിറ്റി കൊണ്ടുവരികയും നിങ്ങളുടെ ആരാധനയുടെ തീവ്രത കൂട്ടുകയും ചെയ്യും. ക്ഷേത്രത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കർശനമായി ഒഴിവാക്കുക. ക്ഷേത്രത്തിനു പിന്നിലെ ചരിത്രവും ഐതിഹ്യവും സംബന്ധിച്ച് അറിവ് നേടാൻ ശ്രമിക്കുക. ഇത് പലതരത്തിൽ നിങ്ങളെ ആരാധനയിൽ സഹായിക്കുന്നു. ക്ഷേത്രത്തിൽ നിങ്ങൾ കാണേണ്ടതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദർശനവുമായി ബന്ധപ്പെട്ട് വളരെ ലളിതവും അതുല്യവുമായ ചില നടപടിക്രമങ്ങളും ഉണ്ട്. ചെരുപ്പുകൾ പുറത്തു വെച്ചതിനു ശേഷം കയ്യും കാലും വായും കഴുകി വൃത്തിയാക്കുക. ആദ്യം ഗണപതിയുടെ ശ്രീകോവിലിൽ അനുഗ്രഹം തേടുക. അടുത്തതായി ക്ഷേത്രം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പിന്തുടരുക. ഇത് വളരെ പ്രധാനപ്പെട്ടതും വളരെയധികം പ്രാധാന്യമുള്ളതുമാണ്. ദർശനത്തിന് ശേഷം സാഷ്ടാംഗ പ്രണാമം ചെയ്യുമ്പോൾ പുരുഷന്മാർ അഷ്ടാംഗ പ്രണാമം ചെയ്യണം. സ്ത്രീകൾ പഞ്ചാംഗ പ്രണാമവും. ഒരു തീർത്ഥാടനത്തിന് പോകുകയോ ക്ഷേത്രം സന്ദർശിക്കുകയോ ചെയ്യുന്നത് ഒരു പ്രവർത്തനമല്ല, മറിച്ച് അതൊരു അനുഭവമാണ്. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം.